കുംഭമേളയിൽ വൈറൽ താരമായ ആ പെൺകുട്ടി ഉണ്ടല്ലോ, മൊണാലിസ ഭോസ്ലെ. മൊണാലിസ ഭോസ്ലെയുടെ വിവാഹം, ആ വിവാഹം നമുക്കൊക്കെ അറിയാം. കഴിഞ്ഞ മാസം 11-ാം തീയതി, അതായത് മാർച്ച് മാസം 11-ാം തീയതി തിരുവനന്തപുരത്തുള്ള നയനാർ ക്ഷേത്രത്തിൽ വെച്ചിട്ട് നമ്മുടെ സി പി എമ്മിന്റെ സമുന്നത നേതാക്കളായ എം.വി. ഗോവിന്ദൻ, പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദൻ, തിരുവനന്തപുരത്തിന്റെ ജില്ലാ സെക്രട്ടറി എ റഹീം, നമ്മുടെ ആദരണീയനായ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇവരൊക്കെയാണ് ഇതിനുള്ള ഒരു ഒത്താശയൊക്കെ ചെയ്തു കൊടുത്തത്. ഗംഭീരമായി നടന്നു അല്ലേ? അതിനെ തുടർന്ന് തന്നെ അത് വൻ വിവാദമായിരുന്നു. കാരണം ഈ പെൺകുട്ടിക്ക് പ്രായമായിട്ടില്ല എന്ന് പറയുന്ന ഒരു സംഭവം വേറെ മാത്രമല്ല, മഹാരാഷ്ട്രക്കാരനാണ് ഈ ഫർമാൻ, മുഹമ്മദ് ഫർമാൻ എന്ന് പറയുന്ന ആൾ മഹാരാഷ്ട്രക്കാരനാണ്. ഈ പെൺകുട്ടി മധ്യപ്രദേശുകാരിയാണ്. ഈ അവിടുത്തെ മധ്യപ്രദേശിലെ മഹേശ്വർ എന്നുള്ള സ്ഥലത്തുള്ളതാണ് ഈ പെൺകുട്ടി. അങ്ങനെ ഈ മധ്യപ്രദേശുകാരിയായ പെൺകുട്ടിയും മഹാരാഷ്ട്രക്കാരനായ ഒരു യുവാവും, അതായത് ഒരാള് മുസ്ലിം യുവാവും ഈ ഹൈന്ദവ പെൺകുട്ടിയും, ഇവര് തിരുവനന്തപുരത്ത് വന്നിട്ട് ഒരു ദിവസം രാവിലെ വന്നിട്ട് ഞങ്ങൾ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സി പി എമ്മിന്റെ നേതാക്കന്മാര് ചാടി പാഞ്ഞു വന്ന് ഇവരുടെ കല്യാണം നടത്തി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതാണ് കേരള സ്റ്റോറി. കേരളത്തിലെ മഹാരാഷ്ട്രക്കാരനായ ഒരു മുസ്ലിം യുവാവിനും എന്താ പറയാ മധ്യപ്രദേശുകാരിയായ ഒരു ഹൈന്ദവ പെൺകുട്ടിക്കും ഇവിടെ വന്ന് കല്യാണം നടത്തുമെന്ന് പറഞ്ഞാൽ ഉടനെ ഞങ്ങൾ കല്യാണം നടത്തി കൊടുക്കും. ഇതാണ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സംഭവമായിരുന്നു അല്ലേ? ഇതാ കേസ് എടുത്തിരിക്കുന്നു. അതാണ് ഏറ്റവും പുതിയ വാർത്ത. പോക്സോ കേസ് എടുത്തിരിക്കുന്നു ഈ യുവാവിനെതിരെ. മഹാരാഷ്ട്രക്കാരനായ മുഹമ്മദ് ഫർമാൻ എന്ന് പറയുന്ന ആ യുവാവിനെതിരെ മധ്യപ്രദേശ് പോലീസ് പോക്സോ കേസ് എടുത്തിരിക്കുകയാണ്. കാരണം ആ പെൺകുട്ടിയുടെ യഥാർത്ഥത്തിലുള്ള ജനന സർട്ടിഫിക്കറ്റ് കിട്ടി. കാരണം ഇതിനെതിരെ ട്രൈബൽ കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ഇത് സംബന്ധിച്ച് പരാതി പോയിരുന്നു. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ മഹേശ്വർ എന്ന് പറയുന്ന ഗ്രാമത്തിലെ PHCയിൽ പ്രൈമറി ഹെൽത്ത് സെന്ററിലാണ് ഈ പെൺകുട്ടി അവിടെ ജനിച്ചത് അത്രേ. ആ പെൺകുട്ടിയുടെ ജനനത്തീയതി രേഖപ്പെടുത്തിയത് 2009 ഡിസംബർ മാസം 30 എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് 16 വയസ്സും 3 മാസവും മാത്രമേ പ്രായമായിരുന്നുള്ളൂ. എപ്പോൾ? അതായത് മാർച്ച് മാസം, ഈ 2026 മാർച്ച് 11 ഈ പെൺകുട്ടിയെ ഇവിടെ വെച്ച് ഒരു മുസ്ലിം യുവാവിനെ കൊണ്ട് പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദനും ഈ എ റഹീമും ശിവൻകുട്ടിയും ചേർന്നിട്ട് കല്യാണം കഴിപ്പിച്ച് ഇവർക്ക് സമ്മാനമൊക്കെ നൽകി, ഇവർക്ക് ഇങ്ങനെ ആശീർവാദമൊക്കെ നൽകി. ഞങ്ങളെ കേരളം എന്ന് പറഞ്ഞേക്കാണെങ്കിൽ കൊണ്ട് വന്നാൽ ഇതാ ഞങ്ങളാണ്ട് കല്യാണം കഴിപ്പിച്ച് വിടും എന്നും പറഞ്ഞിട്ടുള്ള ഈ ആൾക്കാർ ചെയ്തത് 16 വയസ്സും 3 മാസവും മാത്രം പ്രായമായ പെൺകുട്ടിയെയാണ് ഇവര് ഈ അപകടത്തിൽപ്പെടുത്തിയത് എന്ന് പറഞ്ഞ പോക്സോ കേസിന് കൂട്ടുനിന്നു എന്ന പേരിൽ ഈ 3 CPM നേതാക്കന്മാർക്കും എം.വി. ഗോവിന്ദനും എ റഹീമിനും ശിവൻകുട്ടിക്കുമെതിരെയും ഇതാ കേസ് വരാൻ പോകുന്നു. അന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ പൊതുമണ്ഡലത്തിൽ ചർച്ചാ വിഷയമായിരുന്നതാണ്. ഇതിലെ ധാർമ്മികമായ ഒരു കാര്യമുണ്ട്. അതായത് അത് ഞാൻ 1-2 വീഡിയോ സംബന്ധിച്ച് ചെയ്തിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് മധ്യപ്രദേശുകാരിയായ ഒരു പെൺകുട്ടി ഇവിടെ വരുന്നു. എന്ത് ഭാഗ്യത്തിന് ഈ പെൺകുട്ടി ഒരു സെലിബ്രിറ്റി ആയ ഒരു പെൺകുട്ടിയാണ്. കാരണം മലയാളികൾക്കൊക്കെ സുപരിചിതയാണ് ഈ പെൺകുട്ടി. കാരണം കുംഭമേളയിൽ മാല വിറ്റ് നടന്ന ഏറ്റവും സുന്ദരിയായ പൂച്ചക്കണ്ണുകളുള്ള ആ പെൺകുട്ടിയെ കുറിച്ച് മലയാളത്തിൽ എല്ലാവർക്കും അറിയാം. നമ്മുടെ ബോച്ചെ ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ ഏതൊരു ജ്വല്ലറി ഉദ്ഘാടനം ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവരൊരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ചാൻസ് കിട്ടിയത്. ഏതോ ഹിന്ദി സിനിമ, പക്ഷെ അത് പാതി വഴിക്ക് അത് മുടങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഒരു മലയാളം സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര കേരളത്തിൽ വന്നത്. ആ കേരളത്തിൽ വന്നപ്പോൾ ആ സിനിമാ സെറ്റിൽ ഈ യുവാവ് ഉണ്ടായിരുന്നു. ഈ മുസ്ലിം യുവാവ്, മഹാരാഷ്ട്രക്കാരനായ ഈ മുസ്ലിം യുവാവ്, ഇയാളുടെ പേര് മുഹമ്മദ് ഫർഹാൻ. ഇവര് ഇവിടെ വന്ന് അന്ന് രാവിലെയാണ്, നിങ്ങൾ ആലോചിക്കേണ്ടത്, അന്ന് രാവിലെ ഒരു ദിവസം രാവിലെ ഈ നയനാർ ക്ഷേത്രത്തില് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് കേട്ടോ. അത് പ്രസിദ്ധമായ ക്ഷേത്രമാണ്. ആ ക്ഷേത്രം ഭരണാധികാരികളോട് പറയാണ് ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം. ഇങ്ങനെ കല്യാണം കഴിക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ചെയ്യേണ്ടത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ കുറിച്ച് അന്വേഷിക്കണ്ടേ? ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശുകാരിയായ പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയുടെ അച്ഛനോടും അമ്മയോടും ആ പെൺകുട്ടിയുടെ രക്ഷാകർത്താക്കളോട് സംസാരിക്കേണ്ട ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഇനി മറ്റൊന്ന്, ഈ ഒരു മുസ്ലിം യുവാവ്, മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്ന ഈ മുസ്ലിം യുവാവ്, ഇയാൾ ആരാണ്? എന്താണ് ഇയാളുടെ ഉദ്ദേശം? ഈ ഫേസ്ബുക്കിലൂടെ ഇവർ തമ്മിൽ ഉണ്ടായ ഒരു സൗഹൃദമാണെന്ന് പറയുന്നു. ഏതാണ്ട് ഒരു 6 മാസക്കാലത്തിനിടയിലുള്ള സൗഹൃദം.
യഥാർത്ഥത്തിൽ ഇയാളുടെ ഉദ്ദേശം എന്താണ്? പ്രത്യേകിച്ചും ലവ് ജിഹാദ് പോലുള്ള സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവുന്നത്. എന്നിട്ട് ഇതൊന്നും അന്വേഷിക്കാതെ ഇവര് ഉച്ചയാകുമ്പോഴത്തേക്ക് കല്യാണം കഴിച്ചു വിട്ടു. അപ്പോഴത്തേക്ക് ഗോവിന്ദൻ ഓടി വരുന്നു, റഹീം ഓടി വരുന്നു, ശിവൻകുട്ടി ഓടി വരുന്നു. ഞങ്ങളിതാ നവോത്ഥാന, പണ്ട് നവോത്ഥാനം മതിൽ കെട്ടിയ ആൾക്കാരാണല്ലോ. അപ്പൊ നവോത്ഥാനം മതിൽ കെട്ടിയ ആൾക്കാരൊക്കെ വന്നിട്ട് ഞങ്ങളിതാ നവോത്ഥാനം നവോത്ഥാനം നവോത്ഥാനം. അവസാനം നവോത്ഥാനം മണ്ണാങ്കട്ടയായി. അങ്ങനെ കേസുമായി. കാരണം ഇവര് കുറച്ച് എന്താ പറയാ വ്യാജരേഖകൾ തട്ടിക്കൂട്ടിയ കേസിലും ഇവർ കൂട്ടുപ്രതികളാകാനുള്ള സാധ്യതയാണ് വരുന്നത്. കാരണം ആധാർ കാർഡൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ടാണ് ഇവർ പറയുന്നത്. ആധാർ കാർഡിൽ ഉണ്ടായിരുന്ന ജനനത്തീയതി എന്ന് പറയുന്നത് 2008 ആണ് കേട്ടോ. 2008 ജനുവരി 1-ാം തീയതി. ഏറ്റവും വലിയ രസം, ജനുവരി 1-ാം തീയതി ജനിച്ച ഒരു പെൺകുട്ടിയാണ് കുംഭമേളയിലെ വൈറൽ താരമായത് എങ്കിൽ അന്ന് തന്നെ നമ്മുടെ പത്രക്കാരൊക്കെ എന്ത് പറയായിരുന്നു? പുതുവർഷ പുലരിയിൽ ജനിച്ച മൊണാലിസ ഭോസ്ലെ എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഇവരുടെ സ്റ്റോറി കൊടുക്കുക. പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അപ്പൊ ഇവര് ഹാജരാക്കിയ ഈ പറയുന്ന ജനന തീയതിക്കുള്ള തെളിവായിട്ട് ഇവര് ഹാജരാക്കിയ ഈ ആധാർ കാർഡ് ഒരിക്കലും ജനന തീയതി വ്യക്തമാക്കാനുള്ള ഒരു രേഖയല്ല കേട്ടോ. പക്ഷെ ആ ആധാർ കാർഡ് അന്നേ സംശയം ഉണ്ടായിരുന്നു. ആധാർ കാർഡ് കണ്ടിട്ട് ആ ആധാർ കാർഡ് പ്രകാരം ഇവരുടെ ജനന തീയതിയിൽ രേഖപ്പെടുത്തി. ഞാൻ നേരത്തെ പറഞ്ഞു 2008. ശരിക്കും 2009 ഡിസംബർ 30-നാണ് ജനനം. അതാണ് അതിന്റെ രേഖകളൊക്കെ ഇപ്പം നമ്മളെ സോഷ്യൽ മീഡിയയിൽ എത്തിക്കഴിഞ്ഞു. അതായത് മഹേശ്വറിലെ ഗ്രാമപഞ്ചായത്ത് ഈ പെൺകുട്ടിയുടെ അമ്മക്ക് നൽകിയ, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ കുടുംബത്തിന് നൽകിയ അവരുടെ ഈ പ്രസവ സമയത്തുള്ള ആ രേഖ അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് 2009 ഡിസംബർ മാസം 30-ാം തീയതി. ഇതിന് പകരം ഇവര് കേരളത്തിൽ വന്നിട്ട് ഹാജരാക്കിയ ഈ ആധാർ കാർഡ് പ്രകാരം 2008 ജനുവരി 1. മാത്രമല്ല ആധാർ കാർഡിലെ ഫോട്ടോ എന്ന് പറയുന്നത് മൊണാലിസ ഭോസ്ലെയുടെ ഏറ്റവും പുതിയ ഫോട്ടോ. അതായത് ആ ആധാർ കാർഡ് ഇവര് റെഡിയാക്കുന്നത് 8 വർഷങ്ങൾക്ക് മുമ്പാണത്രേ. 8 വർഷങ്ങൾക്ക് മുമ്പ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു 7-8 വയസ്സ് പ്രായമുള്ള കാലത്താണ് ഈ ആധാർ കാർഡ് റെഡിയാക്കുന്നത്. അതിൽ നമ്മൾ കാണുന്നത് മൊണാലിസ ഭോസ്ലെയുടെ ഏറ്റവും, ഈ ആധാർ കാർഡിലെ പടം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാടോന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ആ രീതിയിലാണ് ആധാർ കാർഡിലേക്ക് പടം. പക്ഷേ മൊണാലിസ ഭോസ്ലെയുടെ ഏറ്റവും മനോഹരമായ പടമൊക്കെ ഉള്ള ആധാർ കാർഡാണ്. അത് കാണുമ്പോൾ തന്നെ അറിയാതെ വ്യാജ ആധാർ കാർഡാണ്. മറ്റൊന്ന് ഇവരുടെ ഈ ജനന സർട്ടിഫിക്കറ്റും ഇതേപോലെ തന്നെ ഒരു ജനന സർട്ടിഫിക്കറ്റാണ് ഇവര് ഹാജരാക്കിയത്. ഇതിലൊക്കെ ഏറ്റവും വലിയ നമ്മളെ അതിശയിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇത് തട്ടിപ്പ് പരിപാടിയാണ്, ഉഡായിപ്പ് സർട്ടിഫിക്കറ്റുകളാണ് എന്ന് നമ്മളെ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിലൊക്കെ ഈ പെൺകുട്ടിയുടെ പേര് മൊണാലിസ ഭോസ്ലെ എന്നാണ് കൊടുത്തത്. യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിയുടെ പേര് മോനി ഭോസ്ലെ എന്നാണ്. അതായത് ഈ മാല വെക്കുന്ന കാലത്ത്, ഈ കുംഭമേള നടക്കുന്ന കാലത്ത് നമ്മുടെ എല്ലാ മാധ്യമങ്ങളും ഈ പെൺകുട്ടിയെ മോനി ഭോസ്ലെ എന്നാണ് പറഞ്ഞത്. മോനി ഭോസ്ലെയാണ്. അത് പിന്നെ മാധ്യമങ്ങളാണ് ഇവളെ മൊണാലിസ എന്നുള്ള പേരൊക്കെ ചാർത്തി കൊടുത്തത്. അവസാനം ഈ മൊണാലിസ എന്നുള്ള പേര് തന്നെ ഇവർക്ക് ഈ വ്യാജ ആധാർ കാർഡിലും വ്യാജ ജനന സർട്ടിഫിക്കറ്റിലും ഒക്കെ ആണ് ഇവർക്ക് ലഭിച്ചത്. ഏതായാലും ഈ മധ്യപ്രദേശ് പോലീസ് പോക്സോ കേസ് എടുത്തിരിക്കുകയാണ്. എന്തായാലും മുഹമ്മദ് ഫർമാൻ എന്ന് പറയുന്ന ആള്, അയാളിനി ഇതിന്റെ പിന്നില് ലവ് ജിഹാദ് ആണോ അല്ലയോ എന്നുള്ളതൊക്കെ വരും കാലങ്ങളിൽ തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. പക്ഷെ എന്തായാലും 16 നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 16 വയസ്സും 3 മാസം പ്രായമായ ഒരു പെൺകുട്ടി. നിങ്ങൾക്കൊക്കെ പെൺകുട്ടികളുള്ള ആൾക്കാരൊക്കെ അല്ലത് അല്ലേ? നിങ്ങളുടെ ഒരു മകൾ അന്യ സംസ്ഥാനത്ത് എത്തുന്നു. ആ പ്രായം എന്ന് പറയുന്നാൽ നമ്മുടെ ഇത്തരത്തിലുള്ള പല പ്രണയബന്ധങ്ങളിലൊക്കെ എടുത്തിയാടുന്ന പ്രായമാണ് ഈ 16-17 വയസ്സ് എന്നൊക്കെ പറയുന്നത്. ആ 16 വയസ്സ് പ്രായമായ മകള് ഏതോ ഒരു സംസ്ഥാനത്ത് എത്തിയിട്ട് മറ്റേതോ സംസ്ഥാനത്തുള്ള ഒരു മുസ്ലിം യുവാവുമായി അവിടുത്തെ ഏതോ ഒരു ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ കല്യാണം നടത്തി കൊടുക്കുമോ? മാത്രമല്ല അവിടുത്തെ ആ സംസ്ഥാനത്തിന്റെ അധികാരികൾ, അതായത് CPM-ന്റെ പാർട്ടി സെക്രട്ടറി, സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി, ജില്ലാ സെക്രട്ടറി, ഇവരൊക്കെ ചേർന്നിട്ട് കല്യാണം നടത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഈ നൈനാർ ക്ഷേത്രത്തിലെ ഭാരവാഹികളോട് ഞാൻ ചോദിക്കട്ടെ, ഈ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറി ഒക്കെ ഉണ്ടല്ലോ, ഈ പ്രസിഡന്റും സെക്രട്ടറിന്റെ ഒക്കെ ഒരു മോള് ഇതേപോലെ മഹാരാഷ്ട്രയിലോ മധ്യപ്രദേശിലോ എത്തിയിട്ട് രാവിലെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ കല്യാണം നടത്തി കൊടുക്കുമോ? ഇതൊന്നും അന്വേഷിക്കണ്ടേ? ഈ പെൺകുട്ടി അറ്റ്ലീസ്റ്റ് പെൺകുട്ടിയുടെ വീട്ടുകാരോട് ചോദിക്കണ്ടേ? ഈ വിവാഹപ്രായം വ്യാജ സർട്ടിഫിക്കറ്റ് ഇവർക്ക് മനസ്സിലായില്ല എന്ന് വിചാരിക്കുക. വ്യാജ സർട്ടിഫിക്കറ്റ് ആണ് കൊടുത്തത്. ആ വ്യാജ സർട്ടിഫിക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് വ്യാജമാണോ എന്ന് ഇവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, പക്ഷെ അങ്ങനെയാണോ സംഭവിക്കേണ്ടത്? ഇത് സംബന്ധിച്ച് ഞാൻ നേരത്തെ പല വീഡിയോകളും ചെയ്തിരുന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ഏതായാലും അപ്പം ഗോവിന്ദൻ കുടുങ്ങി, A.A. റഹീമും കുടുങ്ങി, ഇതാ ശിവൻകുട്ടിയും കുടുങ്ങി എന്ന് പറഞ്ഞാൽ CPM നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഷ്ടകാലം. അതായത് അടുത്ത മാസം 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ ഏറ്റവും വലിയ അടി കിട്ടാൻ പോകുന്നു. അതിനു മുമ്പേ കിട്ടിയ ഒരു ചെറിയൊരു ഷോക്കായി കരുതിയാൽ മതി. അപ്പം ഗോവിന്ദ, നമുക്ക് ഇനി ജയിലിൽ കാണാൻ ഉണ്ട തിന്നുമ്പോ ഗോവിന്ദനും കൂടെ റഹീമും ശിവൻകുട്ടിയണ്ണനും
എന്തിനാ വെറുതെ ഈ ആവാത്ത കാലത്ത് ഇതിനൊക്കെ നടക്കുന്നത്? നവോത്ഥാനം 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 എന്ന് പറയുന്നത് പറ്റിക്കുക, ആളെ പറ്റിക്കുന്ന പരിപാടിയല്ലേ. കുടുങ്ങിയില്ല മക്കളെ.